أعوذ بالله من الشيطان الرجيم. وهل أتاك حديث موسى إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى فلما أتاها نودي يا موسى إني أنا ربك فاخلع عليك إنك بالوادي المقدس طوى. സൂറത്ത് ത്വാഹ 9-12 വരെയുള്ള ആയത്തുകളാണ്. മൂസയുടെ ചരിത്രം നിനക്കറിയുമോ? അദ്ദേഹം ഒരു തീനാളം കണ്ടപ്പോൾ തൻ്റെ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കൂ, ഞാനൊരു വെളിച്ചം കാണുന്നുണ്ട്, അതിൽ നിന്നും ഒരു തീക്കൊള്ളി അല്ലെങ്കിൽ ഒരു ശിഖ ഞാൻ എടുത്തുകൊണ്ട് വരാം, അല്ലെങ്കിൽ ആ ഉള്ളിടത്ത് നിന്ന് വഴി ചോദിച്ചറിയാനും കഴിഞ്ഞേക്കാം. അങ്ങനെ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ഒരു വിളി കേട്ടു, അല്ലയോ മൂസ, ഞാൻ നിൻ്റെ രക്ഷിതാവാണ്, നീ നിൻ്റെ ചെരുപ്പ് അഴിച്ചു വെക്കുക, നീ വിശുദ്ധമായ തുവ താഴ്വരയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അങ്ങോട്ടുള്ള കുറച്ച് ആയത്തുകളിൽ മൂസ നബിയുടെ ചരിത്രം വിവരിക്കുകയാണ്. മൂസയുടെയും ഫറോവയുടെയൊക്കെ ചരിത്രം വിവിധ അധ്യായങ്ങളിലായിട്ട്, വിവിധ സൂറത്തുകളിലായിട്ട് ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. മൂസ നബിയുടെ ചരിത്രത്തിൽ നിന്നും അന്ത്യപ്രവാചകനും അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അനുയായികൾക്കും സത്യവിശ്വാസികൾക്കൊക്കെ ധാരാളം ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ ഈ ചരിത്ര സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വിശദീകരിക്കുന്നത്. ഇപ്പോൾ സൂറത്ത് ഹൂദിൽ ആ കാര്യത്തെക്കുറിച്ച് പ്രകാരം പറയുന്നുണ്ട്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ്ഖു വമൗഇദത്തും വദിക്റാ ലിൽ മുഅ്മിനീൻ. നാം താങ്കൾക്ക് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിവരിക്കുന്നത് നിന്റെ മനസ്സ് ദൃഢമാക്കുന്നതിനും അതിലൂടെ യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നതിനും വേണ്ടിയാണ്. അതോടൊപ്പം സത്യവിശ്വാസികൾക്ക് സതുപദേശവും ഉത്ബോധനവും അതിലൂടെ ലഭിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ ഫറോവ രാജകുടുംബത്തിൽ താമസിക്കുന്ന വേളയിൽ ഒരു കോപ്റ്റിക് വംശജൻ ഒരു ഇസ്രായേലി യുവാവുമായിട്ട് അടിപിടി നടക്കുന്നത് കണ്ടപ്പോൾ ഇസ്രായേലിയെ രക്ഷിക്കാൻ കിബിത്തി യുവാവിനെ ഒരടി അടിച്ചു. അപ്പോൾ ആ അടിയിൽ ആ കിബിത്തി യുവാവ്, കോപ്റ്റിക് വംശത്തിൽപ്പെട്ട യുവാവ് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൂസ ജോർഡാനിലെ മദിയനിലേക്ക് ഒളിച്ചോടുകയായിരുന്നു. അവിടെ അദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഹിജ്റയായിരുന്നു അത്. അവിടെ അദ്ദേഹം ഒരു 9 വർഷത്തോളം ജീവിക്കുകയും അങ്ങനെ അവിടെ നിന്ന് ആ നാട്ടിൽ നിന്ന് തന്നെ അദ്ദേഹം വിവാഹം കഴിച്ചു. തിരിച്ചു പോരുമ്പോൾ ഈ സീന പർവ്വതത്തിലെ സീന താഴ്വരയിലെ സീന മരുഭൂമിയിലെ തൂർ സീന പർവ്വതത്തിന് സമീപം എത്തിപ്പെട്ടു. സമയം അർദ്ധരാത്രിയായിരുന്നു. കൂരിട്ടാണ്. യാതൊരു വെളിച്ചമില്ലാതെ വലയുമ്പോഴാണ് ആ പർവ്വത പ്രദേശത്തൊരു തീനാളം അല്ലെങ്കിൽ ഒരു വെളിച്ചം കണ്ണിൽപ്പെടുന്നത്. തൻ്റെ കുടുംബത്തെ അവിടെ നിർത്തിയിട്ട് ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് മൂസ പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ ഒരു വിളി കേൾക്കുന്നു, ഓ മൂസ, ഞാനാണ് നിൻ്റെ റബ്ബ്, ഞാനാണ് നിൻ്റെ രക്ഷിതാവ്, നീ ഇപ്പോൾ വിശുദ്ധമായ തുവാ താഴ്വരയിലാണുള്ളത്. ഇവിടെ നീ കണ്ടത് തീയല്ല, ഇവിടെ ഞാൻ പ്രത്യക്ഷപ്പെട്ടതാണ്. എൻ്റെ സന്നിധാനത്ത് നീ ചെരുപ്പ് അഴിച്ചു വച്ചിട്ട് പ്രവേശിക്കുക. ഇപ്പോൾ പവിത്രമായ സ്ഥലങ്ങളിലൊക്കെ പ്രവേശിക്കുമ്പോൾ വൃത്തിയോടും വെടിപ്പോടും നല്ല വണക്കത്തോടും കൂടിയാണ് പ്രവേശിക്കേണ്ടത്. നമസ്കാരത്തിനായി പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് വുളു ഇല്ലെങ്കിൽ വുളു എടുത്ത് അംഗശുദ്ധി വരുത്തി വൃത്തിയോടെ വേണമല്ലോ പ്രവേശിക്കാൻ. ഖുർആനിൽ പറയുന്നുണ്ട്, ഹുദൂ സീനത്തക്കും എന്ത കുല്ലി മസ്ജിദിൻ. നമസ്കാരവേളയിലൊക്കെ
നമസ്കാര സ്ഥലങ്ങളിൽ, അതായത് പള്ളികളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ അണിയുക, അഥവാ നല്ല ഉള്ളതിൽ വെച്ച് നല്ല വൃത്തിയുള്ള നല്ല വസ്ത്രം ധരിക്കുക. അതുപോലെ തന്നെ സുഗന്ധം പൂശുക എന്നതൊക്കെ അതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ്. മൂസാ നബിയുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ തുടർന്നുള്ള ആയത്തുകൾ വിവരിക്കുന്നുണ്ട്. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.